ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റിന്റെ കഥ പറയുന്ന ദി കേരള സ്റ്റോറിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ സിനിമയുടെ ആദ്യ റിവ്യൂവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ. ഹൈദരാബാദിൽ നടന്ന സിനിമയുടെ പ്രത്യേക പ്രദർശനം കണ്ടതിനു ശേഷമാണ് ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിക്ക് സിനിമയെ സംബന്ധിച്ച തന്റെ വീഡിയോ റിവ്യൂ നൽകിയിരിക്കുന്നത്. കേരള സ്റ്റോറി സിനിമയുടെ ടീസറിൽ ഏറെ ചർച്ചയായ 32,000 പേർ എന്ന നമ്പർ പ്രസ്തുത സിനിമയിൽ എവിടെയും ഇല്ല എന്നും ഒരു മതത്തിനെയും സിനിമ തെറ്റായി ചിത്രീകരിക്കുന്നില്ല എന്നും പെൺകുട്ടികളെ മതം മാറ്റി സിറിയയിലേക്കോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാണ് ചിത്രം പറയുന്നതെന്നും ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ പറയുന്നു. മാത്രമല്ല, കരഞ്ഞുകൊണ്ടാണ് പലരും സിനിമയുടെ പ്രദർശനത്തിന് ശേഷം തിയേറ്റർ വിട്ടതെന്നും അദ്ദേഹം തന്റെ റിവ്യൂവിൽ പറയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ ഹൈദരാബാദിൽ ദ കേരള സ്റ്റോറിയുടെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ്ങിൽ ഉണ്ടായിരുന്നു. ഒരു 300 പേർക്ക് കാണിക്കുന്ന ഈ സിനിമയിൽ ഒരു സ്പെഷ്യലായിട്ടൊരു തിയേറ്ററിൽ ഹൈദരാബാദിലെ AMB സിനിമാസ് എന്ന തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. സ്റ്റുഡൻസായിട്ടും വയസ്സായിട്ടുള്ള ആൾക്കാരായിട്ടും പ്രൊഫഷണൽസായിട്ടും കുറേ പേര് ഈ സിനിമ കാണാൻ ഇന്നലെ വന്നിരുന്നു. എനിക്കിതിൽ ഏറ്റവും വലിയൊരു കൗതുകം തോന്നിയത് ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി, കേരളത്തിൽ നടക്കുന്നതായാലും ബാക്കിയുള്ള സ്ഥലത്ത് നടക്കുന്ന ഒരു പബ്ലിസിറ്റി നോക്കുകയാണെങ്കിൽ ഇതിലൊരു 32,000 പെൺകുട്ടികളെ കാണാണ്ടായി, അതായി ഇതായി എന്നിട്ട് കുറേ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് നാട്ടിൽ, കേരളത്തിൽ സ്പെഷ്യലി. അത് പിന്നെ നാഷണൽ ലെവലിലും കുറേ മീഡിയ പിക്കപ്പ് ചെയ്തിട്ട് അതിനുള്ളൊരു ശ്രമവും നടന്നു. പക്ഷേ സിനിമ കണ്ടിട്ടില്ല ആരും. എൻ്റെ മാതിരിയുള്ള ആൾക്കാരാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കതെന്ന് മനസ്സിലായി വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്നാണ്, ഈ 32,000 പേര് എന്നുള്ള നമ്പർ ആ സിനിമയിൽ എവിടെയില്ല. അതൊരു ടീസറിലും ഒരു ട്രെയിലറിലാക്കി അവരൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും ഈ സിനിമയുടെ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ്. പക്ഷേ സിനിമ ഒരു മലയാളി പെൺകുട്ടി, ശാലിനി ഉണ്ണികൃഷ്ണൻ എന്നൊരു മലയാളി പെൺകുട്ടിയുടെ ഒരു കഥയാണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിലാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇറാൻ ബോർഡറിൽ ഒരു ഡിറ്റൻഷൻ ക്യാമ്പിൽ വെച്ചിട്ട് ഈ ശാലിനിയെ ഇൻറ്ററഗേറ്റ് ചെയ്യണ ഒരു സിനിമയാണ്. വളരെ നന്നായി എടുത്തിട്ടുണ്ട്, വളരെ ഫാക്ച്വലാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു മതത്തിനെ അങ്ങനെ ഒരു തെറ്റായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഈ കൺവേർഷൻ എങ്ങനെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഫാക്ച്വൽ ഇൻ്റർവ്യൂസ് എടുത്തിട്ടാണ് സുദീപ്തു സെൻ ഈ സിനിമ എടുത്തിട്ടില്ല. ഇൻഫാക്ട് സിനിമയുടെ തുടക്കത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾ 2,000 പേരെ ഇതിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട്, വീഡിയോ റെക്കോർഡഡ് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പർട്ടിക്കുലർ സിനിമ എടുത്തത്. അപ്പോൾ സിനിമയിൽ കാണാനുള്ളത് ബേസിക്കലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ്. ഒരു പെൺകുട്ടി, ഒരു ഫാർമസി കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ അഫ്ഗാനിസ്ഥാനിലെത്തി, എങ്ങനെ ഒരു തീവ്രവാദിയായി, എങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്തു, എങ്ങനെ അവരെ മതം മാറ്റി, എങ്ങനെ അവരെ സെക്ഷുവലി ഹരാസ് ചെയ്തു, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതിൻ്റെ ഒരു കഥയാണ്. ഇപ്പോൾ ഞാൻ പറയണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് കേരളത്തിൽ പറയുമോ ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് പറയും. പക്ഷേ ഒരു അവസാനത്തെ രംഗമുണ്ട്, ഞാൻ ആ സിനിമയുടെ സ്റ്റോറി ഇതിൽ നിന്ന് എക്സ്പോസ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി ഒരു ആർക്കും ഇങ്ങനെ സ്പോയിലർ എന്ന് പറയുമല്ലോ സിനിമയുടെ റിവ്യൂവിൽ, സ്പോയിലേഴ്സ് ചെയ്യാറുണ്ട്. അതിൽ ഒരു ജസ്റ്റാണ്. ആ സിനിമയുടെ അവസാനം ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഈ നമ്പറിനെ പറ്റിയിട്ടുള്ള കളി വരുന്നത്. ഒരു പോലീസ് കമ്മീഷണറാണ് തോന്നുന്നുണ്ട്, അങ്ങനെ പേരൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. പക്ഷെ ഒരു IPS ഓഫീസറിൻ്റെ ക്യാബിനിൽ വെച്ച് നടക്കുന്ന ഒരു സീനുണ്ട്. വളരെ നല്ല സീനാണ്. ആ സീനിൽ കാണിക്കുന്നതാണ്. അതിൽ ആ പെൺകുട്ടി പറയുന്നത്, അത് ശാലിനിയല്ല, അത് വേറൊരു പെൺകുട്ടിയാണ്. ഷീ വാസ് ഓൾസോ അറ്റംപ്റ്റഡ് കൺവേർഷൻ ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ. ഇപ്പോൾ നടന്നില്ല. ക്ലാസ്മേറ്റ് ആയിരുന്നു ശാലിനിയുടെ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയാണല്ലേ അത് പറഞ്ഞത്, ഞങ്ങളല്ലോ പറഞ്ഞത്, VS അച്യുതാനന്ദനെ പറ്റിയിട്ടാണത്. പിന്നെ പറയുന്നത് നിങ്ങളുടെ വേറൊരു മുഖ്യമന്ത്രി ഇതിനെ പറ്റിയിട്ട് 4,000 പെൺകുട്ടികളെ മതം മാറ്റിയെന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അവർ കോട്ട് ചെയ്യണത് അതെന്നുള്ളത്. ഓഫ്കോഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിളെ പറ്റി പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് വെരി വെരി ഓബ്വിയസ് ദാറ്റ് മീഡിയയിൽ വന്ന നമ്പേഴ്സാണത്. ഇത് 32,000 പേരോ 32 പേരോ എന്നുള്ള കണക്കല്ല. ഇത് ഒരാളായാലും ഒരു പെൺകുട്ടി എങ്ങനെ മതം മാറ്റി സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റാണ്.